നീ ചെറിയ വരുന്നില്ലേ? നീ ചെറിയ വരുന്നില്ല? ചെറുക്കില്ല, ഒരിക്കലും ചെറുക്കില്ല. ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഒരു ഷറിയല്ല, ഞാൻ ഇനിയിപ്പോ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് അല്ല ഈ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ അറിയോ, നമ്മള് പ്രായേറെ ഇവിടെ എത്തിയിട്ട് നിർത്തിയിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. എനിക്ക് ഒരു ശരിയുള്ള കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ഇൻട്രഡക്ഷൻ എടുക്കുമ്പോൾ ഒരു പ്രായമുള്ളവർ നമ്മളെ അല്ലല്ല ഞാൻ അങ്ങനല്ല പറയും, അങ്ങനല്ല പ്രായം ഉണ്ട് അല്ല നമ്മള് അങ്ങനെ അതല്ല ഞാൻ മൊത്തത്തിൽ എന്താ ഒരു എന്താ പറയാ ഒരു നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറാൻ പോകും. അതായത് എല്ലാരും ബഹുമാനവും. വേറെ പ്രശ്നമുണ്ട്, ഇവ റെയിൽവേ സ്റ്റേഷന് പ്രായമുള്ളവരെ കണ്ട നീച്ചിക്കലുണ്ട് കേട്ടോ. വേറെ റെയിൽവേ സ്റ്റേഷനെ അല്ല നോക്കുമ്പോ നമ്മളെല്ലാം നോക്കണം അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ പ്രായമുള്ളവരെ കണ്ട അങ്ങനെ ഇങ്ങനെ നിക്കല എനിക്ക് പറയുമ്പോ എല്ലാം നോക്കണം. നമ്മള് അടിക്കുമ്പോ അടിച്ചിട്ട് കൊടുക്കണം. നമ്മളൊരു അതാണ് ശീലം. അപ്പു നീച്ചകളുടെ കാര്യത്തില് ഭയങ്കര നമ്മള് സിഗ്മ മെൻസ് ആണ്. നമ്മൾ അതിന്റെ ഒരു സിഗ്മ ആൽഫ അങ്ങനത്തെ സംഭവമാണ്. സയൻസ് അല്ല, ഞാൻ ചിരിക്കൂല. ഞാൻ നമ്മള് ആ സംഭവം യൂട്യൂബ് കണ്ടന്റ് ഡിലീറ്റ് ആയിക്കളയും. ആഭാസം കാണിച്ചതിന് എന്തിനാണ് വായി കൂട്ടുന്നത്? വരാക്കിട്ട് സാധാ വരിട്ട് പറഞ്ഞു സിഗ്മ ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. നമ്മള് സാധാ പഴയ കച്ചറനെ. നിങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ച് ചുട്ട് പൊരിക്കാൻ പോലെ പൊരിച്ചുവിടുക ഇവനെ മാത്രം. ഞങ്ങൾ എല്ലാരും കൂടി ഇവനെ ടാർഗറ്റ് ചെയ്തത്. അല്ല നിങ്ങള് നേരെ എനിക്ക് തിരില്ല അറിയാം വേറെ കേസ്. അപ്പോ സിഗ്മ മെയിൽ ഞാൻ മെല്ലെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ കേട്ടോ. നമുക്ക് ഇവിടെ ഇരുത്താം, എന്നിട്ട് നമുക്ക് വർത്താം. അതൊന്നല്ലേ വേണ്ട അപ്പോ ചലഞ്ച് നല്ല ഗെയിം എന്താ വലിയ ഗെയിമൊന്നുമില്ല, എന്നാലും എത്ര മോശം ഗെയിമൊന്നുമില്ല കേട്ടാ. ആ സംഭവം ഗെയിം ഗെയിമൊക്കെ ഇപ്പൊ പറഞ്ഞുതരും. ധൃതി പിടിക്കല്ലേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? അമ്മയ്ക്കും അച്ഛനും നന്നായി അറിയില്ല ചലഞ്ച് എന്താ. ഞങ്ങൾ പ്ലാൻ ചെയ്യും, വീഡിയോ കൊടുക്കിച്ചിട്ടാണ്. അതൊന്നും പ്രതീക്ഷിക്കണ്ട. ആപ്പിള് കിട്ടിയത് തന്നെ. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് കിടക്കാം. അതാണ് ഞങ്ങളുടെ ഗെയിമിന്റെ പേര്. അല്ല നമ്മള് എന്താ പറയാ, നമ്മള് മറ്റേ ടോപ്പ് സിംഗറും അവര് ഇതുവരെയാണ്. ടോപ്പ് സിംഗറാ സോറി ടോപ്പ് സിംഗർ സ്റ്റാർ മാജിക്കാ അങ്ങനത്തെ സംഭവല്ലേ. അതിന് പല പല ഞാൻ അനുകരിക്കാറില്ല. ഞാൻ ആരെയും അനുകരിക്കാറില്ല. ഇവൻ എനിക്കറിയാം. ഞാൻ സിനിമ കോപ്പി അടിച്ചിട്ട് ഫുള്ള് സത്യം പറഞ്ഞ സാധനം വരില്ല. എന്നാലും അപ്പൊ നമുക്ക് എന്താ സംഭവം പറഞ്ഞ റൂള് പറഞ്ഞില്ല. അതായത് നമ്മളെന്ത് ചെയ്യുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കും. ഞാനിവിടെ നിൽക്കും, നിങ്ങൾ മൂന്നാളെ ഇരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവരും അല്ലല്ല ഞാൻ ഒരാൾ നിൽക്കും. അയ്യോ അതിനിടെ കൂടെ തഗ്ഗൊക്കെ കിട്ടി എന്താ ചെയ്യാ.
അച്ഛൻ പഠിച്ചു വളർന്നേ ഓടിപ്പോ കുറേശ്ശെ മെച്ചപ്പെട്ട് വരണ്ടേ. അമ്മ മാത്രം മെച്ചപ്പെട്ടിട്ട് അമ്മ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കേൾക്കുകയോ അതും ഉടനെ മെച്ചപ്പെടുന്നതായിരിക്കും. മൈക്കടക്ക ചെക്ക് ചെയ്തിരിക്കും പണി പാടും. അതാണ് നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് മൈക്കും ക്യാമറയും ഒക്കെ മാറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങക്ക് ലൈറ്റ് ക്ലാരിറ്റി വന്നില്ലേ? ലൈറ്റ് ക്ലാരിറ്റി വന്നില്ലേ? ഗിറ്റാറൊക്കെ വായിക്കുന്ന വീഡിയോ ഒക്കെ വരുന്നത് അറിയില്ലെങ്കിലും അറിയണ മാതിരി അഭിനയിച്ച് കാണിക്കുന്നത്. അത് വായിക്കേ. അതിന്റെ ഷോർട്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഗിറ്റാർ വായിക്കലോ പിന്നെ വിരൽ കൊണ്ട് ആക്കുന്നു. വിരൽ കൊണ്ട് നാദങ്ങൾ വായിക്കും. ഇവരോടൊക്കെ അങ്ങനെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും പുറത്ത് കയറിക്കൊന്നുമില്ല. ഞങ്ങൾ 4 ആൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. നാലാളും നിൽക്കും. തൊട്ടത് മുഴുവൻ പിഴവാണല്ലോ. അച്ഛന് പുല്ല് അല്ല ലെക്കണം. ഫുള്ള് തഗ് മാത്രം. അത് വിടും. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ഒരു കവള് വെള്ളം ആരും. ഞാൻ അവരൊക്കെ ചിരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിപ്പിക്കാം. വായിൽ വെള്ളം ഞാൻ അവിടെ നിൽക്കും. ശേഷം നമ്മള് ആദ്യമൊക്കെ ചെയ്തിരുന്ന വീഡിയോ വായിൽ വെള്ളം ഒലിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഗംഭീരമായ വീഡിയോസുകൾ ഇപ്പൊ വായിൽ വെള്ളം നിർത്തുന്നത് ആദ്യം അണക്കെട്ട് തുറന്നു വിട്ടത്, ഇപ്പൊ അണക്കെട്ട് അടച്ചിട്ടത്. അതെന്താ, നമ്മളെ ജീവിതത്തിലെല്ലാം കൺട്രോൾ ചെയ്യണം. വായിൽ വെള്ളം ഇറക്കാനും വായിൽ വെള്ളം വെക്കാനും. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൺട്രോളിന്റെ നമ്മളെ പഴയ വീഡിയോ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. യാതൊരു കൺട്രോൾ ചെയ്യാത്ത ആളെ കൺട്രോൾ പറ്റി പറയുന്നത്. അത് നമ്മള് ചപ്പാത്തിന്റെ വീഡിയോയിലായാലും പിന്നെ നമ്മള് മറ്റേ മീൻ പൊരിച്ച വീഡിയോയിലായാലും നമ്മൾ ശരിക്കും അതിന്റെ ലിങ്ക് നമ്മൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്റെ കൺട്രോള് അതിന്റെ വീഡിയോന്റെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കും. മാത്രം ഇവിടെ പറയരുത്. മാലമാഷ ശുഷ്കാന്തി എല്ലാരും കണ്ടുവരണായിരിക്കും. ഇന്ന് അച്ഛന്റെ ദിവസമാണ്. അച്ഛൻ നമ്മള് വിട്ടന്ന്, ഞാൻ വിട്ടെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിലെ ഏറ്റവും പാവം ഞാനാണ്. മനസ്സിലായില്ല? ഇതുപോലെ ഏറ്റവും ക്രൂരനും സഹിക്കാണ് വേനൊക്കെ സഹിക്കോ. കുറച്ചെങ്കിലും വൃത്തിപ്പെടുത്തുന്നു. അതെ കുറച്ചെങ്കിലും കുറച്ച് അത് കുറച്ച് ഭരിക്കില്ല. അതങ്ങനെ ഭരിക്കില്ല. അതാ വീഡിയോന്റെ കണ്ടന്റ് പറയും. സോറി സംഭവം ഞാൻ എന്ത് ചെയ്യും? അവിടെ നിൽക്കും. ഇവർക്കെല്ലാവർക്കും സെൻട്രൽ ബസിന്റെ കാമല്ലോ ഇഡ്ഡലി വട അതല്ല മറ്റു സംഭവം. അതെല്ലാം സോറി. ഇഡ്ഡലി വട പൊങ്കൽ പൂരി മസാല ദശകുണിന്റെ വീട് എവിടെയാ? കുറച്ചധികം കുടിച്ചാൽ മതി വെള്ളം. കുടിക്കും ചെയ്യാ. കുടിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഗെയിമിന് എഗെയിൻസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ഒക്കെ നല്ല അറിയുന്ന കുട്ടികളെ ഞങ്ങൾ. അപ്പൊ ചേർത്തിയപ്പോ തന്നെ മാഷ് പറഞ്ഞിങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അത് ശരിയാണ്. മോശമൊക്കെ പറഞ്ഞു. നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. വെയിലൊന്നും കൊള്ളിക്കലില്ല ഞങ്ങള്. അപ്പോ എന്ത് ചെയ്തു? ഗെയിമിങ് ഏകദേശം മനസ്സിലായതാണ്. എന്തിനാണ് പറയുന്നത്? നമുക്ക് കാണാം. അതല്ല വെള്ളം കുടിക്കാൻ തുപ്പാതിരിക്കാം. നമ്മുടെ സവാട്ടിക്ക ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രജിത്ത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇവിടെ ഞാൻ മാത്രം സംസാരിക്കാനുള്ളൂ. എനിക്ക് വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കി. അതായത് ഇനി ഞാൻ ചില ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചിരി വരണം. ശരിക്കും ഞാൻ ക്യാമറയിലോട്ട് നോക്കൂ. മുറ്റത്തൊരു മൈന. ചിരി വരുന്നില്ല. ഞാൻ 1 മിനിറ്റ് നിങ്ങൾ ചിരിക്കും. അങ്ങനെ ഉദ്ദേശിക്കുന്നത് അതല്ലേ. ഞാൻ പറയട്ടെ. അല്ല, ഇത് ഞാൻ ചിരിപ്പിച്ചിട്ട് നിങ്ങൾ ഞാൻ തോക്കൂട്ടാ. വെള്ളം ഇറക്കി ഫൗൾ. ഇപ്പം വെള്ളം ഇറക്കിയാ അല്ലേ? എന്താ
എല്ലാവർക്കും ഡൽഹി പോയത് ഓർമ്മ വട വേണം വട വേണോ എന്തവരൊക്കെ ചിരിച്ചതിന് കാരണം എന്താ അറിയാം അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രെയിനിൽ ഡൽഹി വരെ പോയിരുന്നു. അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എന്താ ട്രെയിനല്ലല്ലോ ഇതിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ അവരെന്താ വെച്ചിട്ടാ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചിട്ടാ രാവിലെ വിശക്കുമല്ലോ വിശക്കണല്ലോ പിന്നെ വിശക്കണുള്ളതുകൊണ്ട് പിന്നെ വിശപ്പിക്കാതിരിക്കൂല. അപ്പൊ ആ വിശന്ന് തന്നെ നല്ല വിശക്കുന്ന നല്ല വിശപ്പ്. കാരണം എന്താ പറയുക രാത്രിത്തെ ഞാനൊക്കെ ഭാഗ്യാണ്. ഞാൻ അത്ര നേരൊക്കെ ഞങ്ങളവിടെ നോക്കുമ്പോ ചിക്കനും പൊറോട്ടയൊക്കെ അടിച്ചത്. പിന്നെ അത് അവിടുന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മടുക്കും. അത് വേറെ അവിടുത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടില്ല. അവിടുത്തെ എണ്ണ അല്ല പനീർ ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരുണ്ടാവും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. വെജിറ്റബിൾ ബിരിയാണി എന്തിലും പനീർ. അപ്പൊ അങ്ങനത്തെ ട്രെയിനിൽ നിന്ന് ഓവർ ഭക്ഷണം കഴിക്കില്ല. പാക്കറ്റ് ഫുഡ് ഞങ്ങള് കഴിച്ചു പറയുമ്പോ അങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടായി ഞങ്ങൾ വരുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട്. അതായത് രാവിലെ 10 മണിയൊക്കെ കഴിക്കണം. അപ്പോൾ അയാൾ വന്നിട്ട് എന്താ ഉണ്ടായിച്ചിട്ടാ അയാൾ നേരെ 2 പൊതിയുള്ള അയാളെടുത്ത് ഇഡ്ഡലീൻ്റെ ഏകദേശം കഴിയണേക്കണം. അപ്പോൾ ഇഡ്ഡലി 3 ഇഡ്ഡലി ഒരു വട ചെറിയ 3 ഈ സൈസിലുള്ള 3 ഇഡ്ഡലി ഒരു വട. ഞാൻ ഇവന് കൊടുത്ത് ഞാൻ ബാത്റൂം പോയി. പക്ഷെ കൈയൊക്കെ കഴുകി ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടി ബാത്റൂം പോയി. ബാത്റൂമിലോ വടയറ്റല്ല ഞാൻ തനി കൂതറ വിട്ടാ ചായവടേ മുണ്ടാമ ഞാൻ പറയാൻ വട വേണോ അതിന്റെ കേസ് പറഞ്ഞത്. അപ്പൊ അയാൾ വട കൊടുന്ന് ഇതൊക്കെ കൊടുന്ന് ഇഡ്ഡലി കൊടുന്നു. അപ്പൊ എന്താ ഇവൻ വേഗം കഴിച്ചിട്ടാ. ഇവന് പിന്നെ വൃത്തിപ്പെടുപ്പൊന്നുമില്ല. കയ്യൊന്നും കഴിയിട്ടില്ല. നേരെ വാരി വലിച്ച് കയറ്റി വാരലിച്ച് കയറ്റി. നേരെ എന്തുണ്ടെന്ന് അറിയോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിട്ടാ ഞാൻ എൻ്റെ ഇഡ്ഡലി ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നത് വട എനിക്ക് വട വേണോ ചോദിച്ചു. അവൻ പറയും എനിക്ക് വേണ്ട എനിക്ക് തിന്നൂടെ തന്നു. അപ്പൊ എനിക്കപ്പോൾ മനസ്സിലായില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വട നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഞാനൊന്നും മൂളിയിരുന്നെങ്കിൽ എൻ്റെ വട പോയേര്. ആ വട പോയത് സൂപ്പർ വടയായിരുന്നു. അപ്പൊ നേരെ നമുക്ക് അടുത്ത കണ്ടിട്ട് മാറും. അപ്പൊ നമുക്ക് അടുത്ത കളി കിടക്കാം. സ്റ്റാർട്ട്. കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അവർ എന്തെങ്കിലൊക്കെ ഒരു പണി കൊടുക്കുക. പിന്നെ വീഡിയോ കാണാൻ ഒന്നും ചെയ്യില്ല പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇവര് എന്തെങ്കിലുമൊക്കെ കയറി ഇടപെടും. ഇവിടെ പ്രശ്നം ഞാൻ തോന്നുന്നില്ലേ ഏട്ടാ എന്റെ ഏട്ടനല്ലേ അല്ലേ? എനിക്ക് പൊറോട്ട നല്ല സൗഹൃദം ഏട്ടാ സിഗ്മേലല്ലേ ആരും ബെതിരിക്കുന്നില്ലല്ലേ? ഞാൻ പിന്നെ ഡെയിലി പല്ലേക്കണോണ്ടേ ഡെയിലി ആഴ്ചയിലേ പല്ലേക്കണോണ്ട് ഒരു പോയിന്റ് എനിക്ക് ഒരു പോയിന്റ് അച്ഛന്. എന്റെ പോയിന്റ് ഔട്ട്. അന്റെ കളി കഴിഞ്ഞു മോനെ. ഈ കളീനെക്കാട്ടിക്ക് ഇഷ്ടപ്പെട്ട ആ കളിയാ. ഏതൊരു അനിയനും ഏട്ടന്മാരോടുള്ള ഒരു പ്രതികാരം അതിങ്ങനെ തീർക്കാൻ പറ്റിയില്ല. എനിക്ക് അഭിമാനമാണ്. അഭിനന്ദനങ്ങളോ ഞമ്മല്ലേ
പിന്നെ പ്രജു എന്റെ ടീച്ചർ ഒരു ദിവസം വിളിച്ചിരുന്നല്ലോ. അതല്ല അവന്റെ വിചാരം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും ഓവാക്കിയാണ്. ഞാൻ പറയണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് അത് ഓവാക്കി വിട്ടത്, അല്ലെങ്കിൽ ഞാൻ തോക്കൂലേ നിട്ടാ. എപ്പിസോഡിൽ പറയും ഞാൻ. അടുത്ത എപ്പിസോഡ് അതിനായിട്ട് നിക്കും തോന്നിട്ട് പേര്. ഒന്ന് ഇവൻ തോറ്റ്. എങ്ങനെ രണ്ട്? ആദ്യത്തെ ആദ്യം മുതൽ ചിരിച്ചിട്ടില്ല, ഒന്നില് ചിരിച്ചിട്ടില്ല, മൂന്നില്. അയ്യോ, അപ്പൊ ഞങ്ങൾക്കും അമ്മയ്ക്കും ഓരോ പോയിന്റ്. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടെന്ന് അറിയോ? അപ്പൊ ഞാൻ പൂജ്യം, വട്ടം പൂജ്യം. ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാനും അമ്മയും നിങ്ങളെ ആരെങ്കിലും ചിരിപ്പിക്കും, ഞങ്ങൾക്ക് പോയിന്റ് നേടാൻ നോക്കും. നിങ്ങളെ ഞങ്ങള് ചിരിപ്പിക്കണ്ടേ? ആ അപ്പൊ നിങ്ങളെ പോയിന്റ് കുറയ്ക്കുക, അതാണ് ഞങ്ങളെ സുഖം. ഞങ്ങളെ മനസ്സുഖം. കമോൺ ഇനി വെള്ളം. അപ്പൊ ഇതിലൊരു പോയിന്റ് കൂടി അച്ഛന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഞാൻ പറഞ്ഞില്ല. അല്ല അതന്നെ ഞങ്ങൾ ചിരിപ്പിക്കാം. അവിടെ കുഴപ്പമില്ല. ചിരിക്കണ്ട. പോയിന്റ് കൂട്ടല്ലേ? ഇനി പോയിന്റ് കൂടില്ല. ഇതില് അച്ഛന് അച്ഛൻ ഞങ്ങളെ ചിരിപ്പിക്കാം. വണ്ടി പോലെ നിക്കാനുള്ള കഴിവ്. അപ്പൊ ഇതില് അച്ഛൻ ഞങ്ങളെ ചിരിപ്പിച്ച അച്ഛൻ ഇനി ഒരു പോയിന്റ് കണക്കാ. ഇത് പറ്റ സൈക്കോളം വരെയൊക്കെ ഇടും. അപ്പഴേ അതില് ഞങ്ങൾ മൂന്നാളും വെള്ളം കുടിക്കും. ഇതിൽ അച്ഛൻ ഞങ്ങൾ ചിരിക്കും. ഇതിൽ അച്ഛന് പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി ഇതോടുകൂടി അവസാനിക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും, അത് ശരിയാണ്. ഞാൻ വെള്ളം കുടിക്കൂല. എന്റെ കാല് കുറച്ച് കുടിച്ചു. ഞാൻ വെള്ളം കുടിക്കൂല. വെള്ളം കുടിക്കാനായിട്ട് വെള്ളത്തിൽ കുളിച്ചിട്ടാണ്. അല്ല അങ്ങനെയല്ല, കുടിക്കാത്ത വെള്ളം വായിൽ വെക്കുള്ളൂ. കുടിക്കുന്നവര് സംഭവം അവ നമ്മൾ ചിരിക്കും. അപ്പൊ നേരെ അയക്കി കിടക്കട്ടാ. കന്നാസും കടലാസും അല്ലേ? ആ കാപ്പൊടി പോലെയല്ലേ? നീ ചെറി വരുന്നില്ലേ? ചെറുക്കില്ല, ഒരിക്കലും ചെറുക്കില്ല. പകുതി പിടുങ്ങി പകുതി പിന്നെ ആർക്കുള്ളവാ? ഒരു പ്രാവശ്യം പോയാ മതി, കുറച്ച് പോയാൽ തന്നെ തോറ്റു. എനിക്കും പ്രതികാരം കിട്ടണം. ജയിച്ചവർക്കുള്ള സമ്മാൻ നിധി കൈപ്പങ്ങ ജ്യൂസ് ജയിച്ച സർപ്രൈസ് ഗിഫ്റ്റ്. അത് ഇങ്ങനെ ജയിച്ചവർക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇത് പറഞ്ഞുതരാം. എനിക്കൊരു ഞാൻ പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം. ജയിച്ചാൽ ഇത് കുടിക്കാമെന്ന്. ഇതിന്റെ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും കുടിക്കോ? ആരെങ്കിലും ജയിക്കോ? അല്ലല്ല, നമ്മള് എന്താണ് ഹെൽത്തി സന്തോഷങ്ങളെ ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കാറ്. അച്ഛന്റെ ഹെൽത്താണ് നമ്മളെ ആരോഗ്യം. ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കും. ചായക്കണ്ടേ? കയ്പങ്ങ പേര് ശാദ്യമായിട്ട് നാടനാണ്. നല്ല കയ്പുണ്ടാവും. അപ്പൊ നമുക്കിത് ജ്യൂസ് കയ്പുണ്ടാവാ. സൈക്കിൾ ഞാൻ പറഞ്ഞു. റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. ജ്യൂസ് അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പിന്നെ എന്താ സാധനം? ജ്യൂസ് അല്ലേ? എന്ത് ജ്യൂസാ? ഒരു സിപ്പാന് കൊടുക്കാം. എക്സ്പ്രഷൻ കാണിച്ച അവിടെ പ്രശ്നം.
നല്ല ടേസ്റ്റുള്ള ജ്യൂസ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് ഗ്രീൻ ടീ നമ്മൾ നേരത്തെ കാണിച്ച കരിമ്പിന്റെ ജ്യൂസാണ്. അതെ കരിമ്പ് കരിമ്പ്. അപ്പൊ അതൊക്കെ കണ്ടില്ലേ കരിമ്പ്? അത് കരി ജ്യൂസാണല്ലോ. അപ്പോൾ റെഡി. ഒറ്റ വലിക്ക് കുടിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്ര കുടിച്ചാൽ മതിയോ? ബാക്കി ബ്രജ് കുടിക്കുക. ബ്രജ് കുടിച്ചു അന്ന് മുളകല്ല തിന്നതാണ്. മുളക് തിന്നല്ലേ അപ്പൊ കൈപ്പഞ്ഞാന്റെ രുചി എന്താന്ന് പറഞ്ഞോ? അല്ല വേണ്ടേ വേണ്ടേ ഈ കയ്പങ്ങ എനിക്ക് പ്രശ്നമില്ല, ഞാൻ കുടിക്കുന്നത് സാധാരണ. കുടുംബത്തിന്റെ മാനം നിങ്ങളിത് ഞാൻ കുടിക്കുന്ന വെച്ചിട്ട് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമ്മളെ കുടുംബത്തിന്റെ മഹിമ കാണിക്കും. ഞാൻ കൂളായിട്ട് കുടിച്ചത്. ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോ ഓർമ്മയുണ്ടോ? എനിക്ക് തന്നത് ഓർമ്മയുണ്ടോ? കുടിക്കും. ഇത് സഹിക്കുക പറഞ്ഞിപ്പോ കാണാമായിരുന്നില്ല. പക്ഷെ അത് ബന്ധ കാട്ടെ ഫുള്ള് കുടിച്ചിരിക്കണമ്പോ അത് ചണ്ട മറ്റേ ഗ്യാസ് വിടണ മാതിരി വിട്ടു. ഇതെല്ലാരും അവിടെ പോയാ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് അണ്ടാ ഡബിൾ കുണ്ടി, സോറി ഡബിൾ കുണ്ടി. ഇരുന്നോ മാസായിട്ട് ഇരുന്നോ? അച്ഛ ഫുള്ള് ഷെയർത്ത് വീഡിയോയില് കാണിക്കാൻ പറ്റില്ല. അച്ഛാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വാന സൈക്കല്ലേ? ഞാൻ എൻ്റെ അടുത്ത് പിഴവ് പറ്റി. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. ജയിക്കുന്നവർക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ട് വേണ്ടേ? പക്ഷെ വാന സൈക്കോ ഞാൻ പറയാ. സൈക്കോ എന്ന് പറയുമ്പോ അങ്ങേറ്റ അടുത്ത ചലഞ്ചിൽ അവന് നമുക്ക് പണി കൊടുക്കാം. അല്ല ഞാൻ ഇതേ കൊടുത്ത മാതിരി അടുത്ത് തന്നെ അപ്ലോഡ് ആയിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ പിറ്റന്നാൾ അതിന്റെ അപ്പുറത്തെ ഉണ്ടല്ലോ. അയ്യോ സോറി, ഞാൻ ഈ നാട്ടുകാരൻ്റെ അല്ല സാറേ. ബംഗാളിയാ ചാൻസുകൾ ഇനിയുണ്ടല്ലോ. ചാൻസ് എന്നാ മതി. ഓ അപാര ടേസ്റ്റാ. പാവാണിന്റെ കുട്ടി പ്രണമിച്ചതാ. എന്താ പ്രമോഷൻ കേട്ടില്ലായിട്ട് അങ്ങനല്ല, അത് നമ്മളെ ചാനലിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞിട്ട് കുറെ കാര്യം. പറഞ്ഞിട്ടിയാ? പേര് കണ്ടാ മതി. കൊറേ ആൾക്കാരല്ലേ ഇവനെ കരീനോ കണ്ട കരീനുണ്ട് ഒരു കടലാസി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക മതി മതി മതിരാ. ഇവർക്ക് ഞാൻ കമന്ററി ഇത് കുറവാടാ. അത് സാരല്ലടാ, പിള്ളേര് വിഷമിക്കടാ. ആ ഇവന് കൊറേ ഫാൻസ് ഉണ്ട് കേട്ടാ. അല്ല ഇയ്യല്ല ടേസ്റ്റ് നോക്കുന്ന പറഞ്ഞത്. പ്രാവശ്യം ടേസ്റ്റ് നമ്മ വിളിച്ചോ. ഞാൻ ടേസ്റ്റ് ചെയ്താണ്. ആ വീഡിയോ നിങ്ങൾ പോയി കാണാം. അതേപോലെ തന്നെ ഇവന്റെ മുടി വെട്ടി വീഡിയോ അതും നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും പോയി. ഇത് വെട്ടിയല്ല, അത് വെറുതെ പറയാ. ഇതിനു മുമ്പ് വെട്ടി വ്യത്യസ്തരാണ് പ്രണവ് ബാർബറേ. ഇത് ഞാൻ കുടിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് പോരാം. അപ്പോ മറ്റേ ലാലേട്ടൻ അപ്പോ അവർ ദുമ്മിട്ടില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ലൈക്കാര് പറയും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ ഇൻട്രോ പഠിച്ചു വരുന്നുള്ളൂ. പ്രൊഫഷണൽസ് അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പൊ എന്താ അറിയോ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി അടിക്കാൻ പറയടാ.